അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് മജ്ബൂസാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. പിന്നെ ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു അറേബ്യൻ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിക്കിടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ സെയിം സ്പൂണിന് തന്നെ 1 സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ആ സെയിം സ്പൂൺ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിയും പട്ട ചെറുതാക്കി മുറിച്ചതും അതുപോലെ തന്നെ 4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഒരു പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ചൂടാക്കാൻ. ഒത്തിരി ചൂടായി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതിലേക്ക് ആ സെയിം സ്പൂണിന് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ ഓൾറെഡി ചൂടായതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ആ ചൂടിലൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇളം ചൂടിൽ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇളം ചൂടിലാവുമ്പോൾ നമുക്കിത് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. നൈസായിട്ട് വേണം നമ്മളിത് പൊടിക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് നൈസായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് എടുത്ത് വെച്ചാൽ നമ്മളിതുപോലെ അറേബ്യൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ അറേബ്യൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബീഫ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ബീഫ് വേവിക്കാനായിട്ട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കമാണ്. പിന്നെ ഒരു ചിക്കൻ ക്യൂബും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും ഒരു 4 ഏലക്കയും 2 കറുകാപ്പട്ടയും പിന്നെ ഇതിലേക്കൊരു 5-6 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അറേബ്യൻ മസാലയാണ്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മസാലയായി. ഇനി ഞാനിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം നല്ല ഉടച്ച് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഞാനിതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഒരു മീഡിയം സൈസിലാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ ബീഫ് ഉണ്ടാവും ഇത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ക്യാപ്സിക്കവും മസാലയൊക്കെ ആയിട്ട് ഈ ബീഫ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ എണ്ണയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പെല്ലാം സെറ്റായി. ബീഫിലോട്ടുള്ള ഉപ്പ് വേണം. എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മുടെ ഇതിലേക്കൊരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ബീഫിനും ഓരോ വേവാണ്. അപ്പോൾ നിങ്ങളുടെ ബീഫിനനുസരിച്ച് ഇത് വേവ് ചെയ്തെടുക്കാം. നന്നായിട്ട് വേവാവണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 3 കപ്പ് റൈസിന് 8 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ അറേബ്യൻ മസാല 1 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മല്ലിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും പിന്നെ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. അപ്പോൾ ഞാൻ റൈസ് ഒരു 15 മിനിറ്റോളം ഓൾറെഡി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫും തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലോണം തിളച്ചിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ റൈസ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ റൈസ് നന്നായിട്ട് തിളച്ച് ഇതേ രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇതിലേക്ക് 2 ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ടയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ മസാല ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരല്പം വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുള്ളൂ. ഓവർ കുക്കോ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കുക്ക് അരി കടിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി നമ്മുടെ ഇത്
നമ്മുടെ ബീഫ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈസ് വാർത്ത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ റൈസും തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇതിൻ്റെ ആവിയിലാണ് ബാക്കി ഈ റൈസ് കുക്കായി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ റൈസിലെല്ലാം വരും. ഇനി നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കൊത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിയിലുള്ള മസാല മേലേക്കാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിയത്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മസാലയായിട്ടായിട്ട് പിടിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ബീഫ് മജ്ബൂസ് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ മയണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കഴിക്കാൻ അടിപൊളിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.